പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ടും ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ ഇതിന് മുന്നിട്ടിട്ടുള്ള 2 വീഡിയോസും നമ്മളുടെ കല്യാണം പ്രമാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അതായത് ഗോൾഡ് പർച്ചേസിങ്, അതുപോലെ വെഡ്ഡിങ് ഡ്രസ് പർച്ചേസിങ്, ഹാമ്പർ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വീഡിയോസ് ആയിരുന്നു. അത് കാണാത്തവരെല്ലാവരും അതൊന്ന് കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ വെഡ്ഡിങ്ങിൻ്റെ പ്രമാണിച്ചിട്ടുള്ള കുട്ടി പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. ഒരു കല്യാണം വരുമ്പോൾ എല്ലാവർക്കും അറിയാലോ, വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യം ഉള്ള സാധനമാണെങ്കിൽ പോലും നമുക്കതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുതിയത് വെക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങനെ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട് ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തെ വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മൾ വൈറ്റ് തന്നെ ആയിരുന്നു നേരത്തെ, പക്ഷേ ബോർഡർ ഒരു വയലറ്റ് പേർപ്പിൾ ആ ഒരു ഷെയ്ഡായിരുന്നു. ബോർഡർ മാത്രം മാറ്റി നമ്മളിപ്പോൾ പ്യുവർ ഗോൾഡൻ കളർ കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ ഫൈസ് കുട്ടിയുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് വെഡ്ഡിങ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം നമ്മൾ അയത്തിലുള്ള സുറുമയിൽ നിന്നായിരുന്നു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അവിടെ തന്നെ ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ മേടിച്ചിട്ടുണ്ടായില്ല. അപ്പം ആ പോകുന്ന വഴിക്ക് നമ്മൾ കടയിൽ കയറി ഡ്രസ്സും കൂടെ മേടിച്ചിട്ട് ആണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. വെഡ്ഡിങ്ങിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് സുറുമയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് മേടിച്ചു. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അതിൻ്റെ ഇടയിൽ ദാഹിച്ചപ്പോൾ ഒരു ചെറിയൊരു കടേൻ്റെ ഫ്രണ്ടിൽ നിർത്തി നമ്മൾ ലെമൺ ജ്യൂസും മാംഗോ ജ്യൂസും ഒക്കെ കുടിച്ചു. അപ്പോൾ കുഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടൻ ആപ്പിളെടുത്ത് കട്ട് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ചെറിയ പീസസ് ആക്കി തന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആപ്പിളൊക്കെ കഴിച്ചു, ജ്യൂസ് കുടിച്ചു. നമ്മൾ വീണ്ടും നമ്മളുടെ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ കൊല്ലം ടൗണിൽ തന്നെയുള്ള നമ്മളുടെ വെഡ്ലാൻഡ് വെഡ്ഡിങ്സ് ഇല്ലേ, ആ ഷോപ്പ് വരുന്ന പ്ലേസിൽ തന്നെയാണ് കേട്ടോ. ഹോൾസെയിൽ സെൻറ്ററാണ്. അപ്പോൾ അങ്ങനത്തെ കടയിൽ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുട്ടി സാധനങ്ങളാണ്, അതായത് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ പുട്ടുകുറ്റി, ഇല്ലാത്ത സാധനങ്ങളൊക്കെ കേടായതൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ ബക്കറ്റ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള മഗ്, പിന്നെ മാറ്റ്, ചവിട്ടി, മോപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ആദ്യത്തെ കടയിൽ കയറി ഉമ്മിച്ച് കുറച്ച് സാധനം മേടിച്ചു. അപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മളുടെ ഒരു കാറിനകത്ത് നല്ലൊരു ക്യൂട്ട് പട്ടിക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ ചേട്ടൻ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്ന കണ്ടു. അപ്പോഴാണ് ഞാൻ പട്ടിക്കുട്ടീനെ കാണാനായിട്ട് പോയി വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഉമ്മച്ചിക്ക് ബക്കറ്റ്സും മറ്റൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം വേഗം ഓടി ചെന്നു അടുത്ത കടയിലേക്ക് കയറി ബക്കറ്റ് എടുക്കുന്ന ഒരു സീനാണിത്. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, ഗ്രീൻ വേണോ അതോ ഈ പിങ്ക് വേണോ? ഞാൻ പറഞ്ഞു പിങ്ക് കൊള്ളാമെന്ന്, ഗ്രീൻ വലിയ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് ഗ്രീൻ ആയിരുന്നു ഇഷ്ടപ്പെട്ടെ. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, 2 എണ്ണം എടുത്തു. അതാണ് അവസ്ഥ. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള മഗ്ഗും എടുത്തു. പിന്നെ തറ തുടയ്ക്കുന്ന മോപ്പ് അത് കണ്ടപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പം വീടൊക്കെ ആകെ വൃത്തിയേടാവും, അതായത് അഴുക്കും ചെളിയൊക്കെ കയറും. ഒന്നത് മഴക്കാലവും കൂടിയല്ലേ. അപ്പം എന്തായാലും തുടയ്ക്കലും ഒതുക്കലും പറക്കലും അങ്ങനെ കുറേ പരിപാടികളുണ്ടാവും, കല്യാണത്തിന് മുന്നേ ആണെങ്കിലും കല്യാണത്തിന് ശേഷമാണെങ്കിലും. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു, കാറിൽ കയറി. അപ്പോൾ വാപ്പിച്ച് പറയുന്നുണ്ട്, ഇനി എവിടെയും നിർത്തലില്ല, ഇനി നേരെ വീട്ടിൽ പോകണം, ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഡിസ്കഷനിൽ ആയിരുന്നു കാറിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു, വാപ്പാനോട് യോജിച്ചു, നമ്മളിനി എവിടെ ഇറങ്ങുന്നില്ല. കാരണം അപ്പോഴത്തേക്കും ക്ഷീണിച്ചതാ, കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല കടകളിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നെത്തി ഡോർ തുറക്കുന്ന ടൈമിലാണ് നമ്മളുടെ പൂച്ച സാർ അവിടെ പ്രസൻറ്റ് വെച്ചത്. നിങ്ങൾ എത്തിയോ, ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വരും. നമ്മളെപ്പോൾ ഇവിടെ പുറത്ത് പോയിട്ട് വന്നാലും പൂച്ച ഓടി വരും കേട്ടോ സൗണ്ട് കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാനുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളുടെ മീഷോയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ ഇത്. ട്രെൻഡിങ് ബെഡ്ഷീറ്റ് എന്നാണ് നമ്മളിതിനെ അറിയുന്നത് തന്നെ. അപ്പോൾ അന്നൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ വിചാരിച്ച കല്യാണമല്ലേ, അപ്പം ആ ഒരു ബെഡ്ഷീറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊല്ലത്തുള്ള എൻ്റെ വീട്ടിലെ അഡ്രസ്സിൽ തന്നെയായിരുന്നു നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്ന് രാവിലെ ആയിരുന്നു കേട്ടോ കിട്ടിയത്. ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ, നല്ല കോട്ടനാണ്. പക്ഷേ കോട്ടൺ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും ഇരിക്കുകയല്ല, റഫായിട്ടിരിക്കുകയല്ല, നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. അതിനിടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ 2-3 ചേച്ചിമാർ വന്നിട്ട് പേഴ്സണലായിട്ട് എന്നോട് മോളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണിക്കുമോ, ഗാർഡൻ ഏരിയ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഭയങ്കര വലിയ ഗാർഡൻ ഏരിയ ആയിട്ടൊന്നുമില്ല ചേച്ചി, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിപ്പോൾ കല്യാണത്തിനോട് പ്രമാണിച്ച് ടൈലിലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, അതാണ് നല്ല ഗുമ്മിൽ നിൽക്കുന്നത്. പിന്നെ അസാധു കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. നമ്മളുടെ ഗാർഡൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് നമ്മളുടെ വീട്ടിൽ. ആ ഗാർഡനിൽ ഉള്ള ചെടികളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ അവിടെ ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ട് നമ്മൾ അവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് വീടിൻ്റെയും ഗാർഡൻ്റെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്ത് ഇടാം കേട്ടോ. അപ്പം ഇത് നമ്മളുടെ ടെറസ് ഏരിയയാണ്. അതിലൊന്നും വലിയ ഇത് കൊടുക്കുന്നില്ല, കാരണം ഫുൾ ഓപ്പൺ ആണ്. മഴയൊക്കെ പെയ്ത് ആകെ ഇതായിട്ട് കിടക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ, കുട്ടികളെ കുറച്ചായി. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.